ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോറബിൾ റോഡ് കടന്നു പോകുന്ന ഖർതുങ്ല പാസിലെ കാഴ്ചകൾ കണ്ട് സീനിയർ സഞ്ചാരി നുബ്ര താഴ്വരയിലേക്ക് പോവുകയാണ്. നമുക്ക് പോകുന്ന വഴി ഡിസ്കിറ്റ് ബുദ്ധ മൊണാസ്ട്രി കാണാം. സയോക്ക് നുബ്ര താഴ്വരകളിലേക്കുള്ള കവാടമാണ് ഖർതുങ്ല. 17,582 അടിയാണ് ഉയരം. ഖർതുങ്ല ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാചീന കാലങ്ങളിൽ സഞ്ചാരികൾ ലേയിൽ നിന്നും മധ്യേഷ്യയിലെ കഷ്ഗറിലേക്ക് പോയിരുന്നത് ഇതുവഴിയാണ്. ഏതാണ്ട് 10,000 കുതിരകളും ഒട്ടകങ്ങളും ഈ വഴി കൊല്ലം തോറും യാത്ര നടത്തിയിരുന്നു. മഞ്ഞു മൂടിക്കിടക്കുന്ന മലകൾ ഓരോന്നായി പിന്നിട്ട് ഞങ്ങളുടെ വാഹനം മുന്നോട്ട് പോവുകയാണ്. ഖർദുങ് പാസിനോട് ചേർന്നുള്ള പർവ്വതങ്ങളിൽ നിറയെ കനത്തിൽ മഞ്ഞു മൂടിക്കിടക്കുന്നത് കാണാം. സമ്മർ സീസണിലെ ഈ ലഡാക്ക് യാത്രയിൽ മഞ്ഞ് അടുത്ത് കാണാൻ സാധിച്ചത് ഇവിടെ മാത്രമാണ്. മലകളുടെ മുകളിൽ നിന്നും മഞ്ഞൊഴുകി താഴെ റോഡിലേക്ക് വന്ന് ഘനീഭവിച്ചു കിടക്കുന്നുണ്ട്. പക്ഷേ വാഹനങ്ങൾ കടന്നു പോകുന്നതിനു വേണ്ടി റോഡിൽ നിന്നും മഞ്ഞ് നീക്കം ചെയ്തിരിക്കുന്നു. സഞ്ചാരികളുടെ സ്വപ്നകേന്ദ്രമായ ഖർദുങ്ല കണ്ടതിൻ്റെ ആഹ്ലാദത്തിലാണ് എൻ്റെ സഹയാത്രികർ. ഞങ്ങൾ മഞ്ഞിൻ്റെ ഉരുകിയ വെള്ളത്താൽ കുളിച്ചു കിടക്കുന്ന റോഡിലൂടെ നുബ്ര വാലി ലക്ഷ്യമാക്കി താഴേക്ക് ഇറങ്ങിപ്പോരുകയാണ്. 17,582 അടി ഉയരത്തിൽ നിന്നുള്ള ഇറക്കം. വീതി കുറഞ്ഞ റോഡ്. വളരെ സൂക്ഷിച്ചുള്ള ഡ്രൈവിംഗ് ഇവിടെ അനിവാര്യമാണ്. ടെമ്പോ ട്രാവലറിൻ്റെ പുറകുവശത്തെ ഗ്ലാസിൽ കൂടിയുള്ള കാഴ്ചയാണത്. വീതി കുറഞ്ഞ ടാറില്ലാത്ത റോഡിലൂടെയുള്ള ഇറക്കം. മഞ്ഞിൻ്റെ വെള്ളക്കൂടാരം. അതിന് നടുക്കുകൂടി സംരക്ഷണ മതിൽ ഇല്ലാത്ത റോഡിലൂടെയുള്ള അപകടകരമായ യാത്ര. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണെങ്കിലും അനായാസേന ഡ്രൈവർ വാഹനം കൈകാര്യം ചെയ്യുന്നു. നിത്യാഭ്യാസി ആനയെ വരെ മെരുക്കും എന്ന് കേട്ടിട്ടില്ലേ? എക്സ്പെർട്ട് ഡ്രൈവിംഗ്. മഞ്ഞ് നിറഞ്ഞ മലകളെ പിന്നിട്ട് ഞങ്ങൾ താഴേക്കിറങ്ങി. വാഹനങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നുബ്രയിൽ എത്തിയിരിക്കുകയാണ്. അകലെ നിന്ന് തന്നെ മലയിലെ മൊണാസ്ട്രിയും വലിയ ബുദ്ധപ്രതിമയും കണ്ണിൽപ്പെട്ടു. നുബ്രയിലെ ഖൽസർ ജംഗ്ഷനിൽ എത്തിച്ചേർന്ന ഞങ്ങൾ ക്ഷീണം അകറ്റുന്നതിന് ചായ കുടിക്കുവാൻ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. തുമൂർ, ചാലൂങ്ക എന്നീ സ്ഥലങ്ങളിലേക്കുള്ള റോഡുകൾ ഇവിടെ നിന്നുമാണ് ആരംഭിക്കുന്നത്. ഇവിടെ ബുദ്ധസ്തൂപങ്ങളും പ്രയർ വീലുകളും നിരനിരയായി സ്ഥാപിച്ചിരിക്കുന്നു. "101 കിലോമീറ്റർ ധാബ എന്ന പേരിലുള്ള റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയിരിക്കുന്നത്.
പൂക്കളുടെ താഴ്വര എന്നാണ് നുബ്ര വാലി അറിയപ്പെടുന്നത്. ഈ ജംഗ്ഷനിൽ നിന്നും 16 കിലോമീറ്റർ വലത്തേക്ക് പോയാൽ ഷക്മ എന്ന സ്ഥലത്ത് ഒരു ഫ്ലവർ ക്യാമ്പ് കാണാം. നേരെ പോയാൽ ബിസ്കിറ്റ് മൊണാസ്ട്രിയിൽ എത്തിച്ചേരാം. ഇവിടെ നിന്നും 15 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക്. അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ യാത്ര തുടർന്ന് ബിസ്കിറ്റ് മൊണാസ്ട്രിയിൽ എത്തിച്ചേർന്നു. ബിസ്കിറ്റ് ഗോംബ എന്നും അറിയപ്പെടുന്ന മൊണാസ്ട്രി നുബ്ര താഴ്വരയിലെ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും വലുതുമായ ബുദ്ധവിഹാരമാണ്. ഒരു ഉയരമേറിയ മലയുടെ മുകൾ ഭാഗത്തായി മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നു. നിരനിരയായി അനേകം കെട്ടിടങ്ങൾ. ഗലൂക്പ എന്ന് വിളിക്കുന്ന മഞ്ഞത്തൊപ്പി അണിയുന്ന ബുദ്ധമതക്കാരുടെ അങ്ങ് താഴെ നുബ്ര വാലി അങ്ങനെ പരന്നു കിടക്കുകയാണ്. കവാടത്തിന്റെ ഇരുവശത്തും ധാരാളം പ്രയർ വീലുകൾ നിരനിരയായി സ്ഥാപിച്ചിരിക്കുന്നു. ഞാൻ ചവിട്ടുപടികൾ കയറി മുകളിലേക്ക് ചെന്നു. പ്രതിമയുടെ പുറകുവശമാണ് ആദ്യം കാണുന്നത്. അവിടെ നിന്നും വലതുവശത്തുകൂടി നടന്ന് മുൻഭാഗത്തെത്തി. ഗംഭീരമായ ഒരു പ്രതിമ, വർണ്ണമനോഹരം. പ്രതിമ പാകിസ്ഥാന്റെ ഭാഗത്തേക്ക് നോക്കിയിരിക്കുന്നു. 8 കിലോഗ്രാം സ്വർണം കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഈ പ്രതിമ. ബിസ്കിറ്റ് ഗ്രാമത്തിന്റെ സംരക്ഷണം, പാകിസ്ഥാനുമായി യുദ്ധം ഒഴിവാക്കി ലോകസമാധാനം നിലനിർത്തൽ എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഭീമാകാരമായ ബുദ്ധപ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രതിമ നിർമ്മാണത്തിലെ ചാരുത ആരെയും അതിശയിപ്പിക്കും. പവിഴക്കല്ലുകൾ പതിച്ചിരിക്കുന്നത് പോലുള്ള ചുമരുകൾ, കെട്ടിടത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന കിരീടം ധരിച്ച ബുദ്ധപ്രതിമ. ഞാൻ 4 വശവും നടന്ന് വീഡിയോ ചിത്രീകരിച്ചു. തോപ്രാംകുടിയിലെ ജോയ്സാർ നുബ്ര വാലിയുടെ ഫോട്ടോ എടുക്കുന്നു. ഇവിടെ ചെമ്പ് വിളക്കുകൾ തെളിഞ്ഞു നിൽപ്പുണ്ട്. ഞാൻ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് കയറി. കിരീടം ധരിച്ചതും ധരിക്കാത്തതുമായ ശ്രീബുദ്ധൻ്റെ വലിയ പ്രതിമകൾ കണ്ട് ഞാൻ പുറത്തേക്കിറങ്ങി. ടൂറിസ്റ്റുകൾ പ്രയർ വീലുകൾ കറക്കിക്കൊണ്ടിരിക്കുന്നു.
ഞാനും പ്രയർ വീലുകൾ ഓരോന്നായി കറക്കി. ബുദ്ധക്ഷേത്രങ്ങളുടെ പൊതുവായ കാഴ്ചയാണിത്. കല്ലുകൾ ഒന്നിനു മുകളിൽ മറ്റൊന്നായി സഞ്ചാരികൾ ഒരുക്കിയിട്ടുള്ള ശില്പങ്ങൾ. അങ്ങനെ അതിഗംഭീരമായ ബസ്കിറ്റ് മൊണാസ്ട്രിയും ബുദ്ധപ്രതിമയും കണ്ട് സീനിയർ സഞ്ചാരിയും സംഘാംഗങ്ങളും ബസ്കിറ്റിനോട് വിട പറഞ്ഞ് ഹണ്ടറിലെ ഒട്ടക ക്യാമ്പിലേക്ക് യാത്ര തുടർന്നു.